എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 1ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസിൻ്റെ ബാക്കിയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4ാമത്തെ ആക്ടിവിറ്റീസ് വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. 5ാമത്തെ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് 5ാമത്തെ ആക്ടിവിറ്റീസ് മുതലാണ് നോക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ആക്ടിവിറ്റീസിനെ കുറിച്ചും ഈ പാഠത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിനുള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കുക. അപ്പോൾ 5ാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ചെസ്റ്റർ റക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഹിസ് മദർ കമ്പൽസ് ഹിം. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ. അപ്പോൾ ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. അമ്മ അവനെ നിർബന്ധിക്കുന്നു. അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇത് നിങ്ങളുടെ റോൾ പ്ലേ ആയിട്ട്, അത് നിങ്ങൾ ഇത് അഭിനയിച്ച് കാണിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ അത് ടീച്ചർ എന്ത് ചെയ്യുക, അഭിനയിച്ച് കാണിക്കുക. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഡയലോഗ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഡയലോഗ്, ഇതെവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വായിക്കുക. ചെസ്റ്റർ, മാ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ചെസ്റ്റർ പറയുന്നു, എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ മദർ പറയുകയാണ്, വൈ ഡോണ്ട് യു വാണ്ട് ടു ഗോ ടു സ്കൂൾ ചെസ്റ്റർ. ചെസ്റ്റർ, നിനക്ക് എന്താണ് സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്തത്? അപ്പോൾ ചെസ്റ്റർ പറയുന്നത് ഇതാണ്, ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് യു. എനിക്ക് അമ്മയോടൊപ്പം നിൽക്കണം, വീട്ടിൽ നിൽക്കുന്ന കാര്യമാണ് പറയുന്നത്. അടുത്ത മദർ പറയുന്നു, യു ഹാവ് ടു ഗോ ടു സ്കൂൾ. നിനക്ക് സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നീ സ്കൂളിൽ പോകണം. അപ്പോൾ ചെസ്റ്റർ പറയുകയാണ്, ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ് അറ്റ് ഹോം. എൻ്റെ വീട്ടിലുള്ള ടോയ്സുമായിട്ട് ഇനി കളിക്കണം. നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചെസ്റ്ററിന് വീട്ടിൽ നിൽക്കണം, ടോയ്സുമായിട്ട് കളിക്കണം, ബുക്സ് വായിക്കണം, അതേപോലെ തന്നെ ഫ്രണ്ട്സുമായി കളിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത മദർ പറയുകയാണ്, യു വിൽ ഗെറ്റ് ന്യൂ ടോയ്സ് ഫ്രം സ്കൂൾ. അപ്പോൾ ചെസ്റ്റർ പറഞ്ഞു, എനിക്ക് വീട്ടിൽ നിന്ന് ടോയ്സുമായിട്ട് കളിക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു, നിനക്ക് പുതിയ ടോയ്സ് എവിടെ നിന്ന് കിട്ടും? സ്കൂളിൽ നിന്ന് കിട്ടും. എന്നിട്ട് പറഞ്ഞു, ചെസ്റ്റർ പ്ലീസ് ലെറ്റ് മീ സ്റ്റേ വിത്ത് യു. അമ്മയോടൊപ്പം നിൽക്കാനായി എന്നെ അനുവദിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ മദർ പറയുകയാണ്, ഐ വിൽ ടെൽ യു എ സീക്രട്ട്. ഞാൻ നിനക്കൊരു സീക്രട്ട് പറഞ്ഞു തരാം. ചെസ്റ്റർ പറഞ്ഞു, വാട്ട് സീക്രട്ട്? എന്താണത്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സീക്രട്ട്. ദ കിസ്സിംഗ് ഹാൻഡ് എന്ന് പറയുന്നതാണ് സീക്രട്ട്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് തന്നെ സ്കൂളിൽ റോൾ പ്ലേ ആയിട്ട് കാണിച്ച് കൊടുക്കുക. നിങ്ങൾ 2 പേര്, ചെസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ, മദർ എന്ന് പറഞ്ഞ രീതിയിൽ 2 പേര് നിങ്ങൾ വിളിച്ച് നിർത്തി എന്ത് ചെയ്ത് അഭിനയിച്ച് കാണിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം. അടുത്ത 6ാമത്തെ ആക്ടിവിറ്റി, ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ്സ് ദ ഓഫീസ് ഓഫ് ദ സ്കൂൾ. ചെസ്റ്റർ ലുക്സ് അറൗണ്ട്. ഹിയർ ഈസ് വാട്ട് ഹി സീസ്. ഡിസ്ക്രൈബ് ഇറ്റ്. ചെസ്റ്ററും മദറും സ്കൂളിൽ പോകുന്ന സമയത്ത് ഓഫീസിൽ പോവുകയാണ്. ആ ഓഫീസിൽ എന്തോ ചെയ്യുന്നു, കുറച്ച് കാര്യങ്ങൾ കാണുന്നു. നമുക്ക് എന്ത് ചെയ്യാമെന്ന് താഴെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എ ഗ്രൂപ്പ് ഓഫ് റെക്കോൺസ് വെയറിംഗ് ബാക്ക് പാക്സ് ആൻഡ് സിറ്റിംഗ് അറ്റ് ഡെസ്ക്. ഒരു ഗ്രൂപ്പ് ഓഫ് റെക്കോൺസ് അവിടെ എന്ത് ചെയ്യുന്നു, ബാക്ക് പാക്ക്, അതായത് സ്കൂൾ ബാഗും ധരിച്ച് അവിടെ ഇരിക്കുന്നു. എ സൈൻ ഓൺ ദ വാൾ ദാറ്റ് സേസ് ABC സ്കൂൾ. ചുവരിൽ ഒരു സൈന് കൊടുത്തിട്ടുണ്ട്. അതിലെന്തോന്ന് കൊടുത്തിട്ടുണ്ട്, ABC സ്കൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കൂളിൻ്റെ പേരാണത്. ഡെസ്ക്സ് വിത്ത് പെൻസിൽ, ക്രയോൺസ് ആൻഡ് അതർ സ്കൂൾ സപ്ലൈസ്. അവിടെ ഒരു ഡെസ്ക് ഉണ്ട്. ഡെസ്കിൽ ക്രയോൺസ് ഉണ്ട്, പെൻസിലുണ്ട്, സ്കൂളിൽ ഉപയോഗിക്കുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. എ ഷെൽഫ് വിത്ത് ബുക്സ് ഓൺ ഇറ്റ്. ബുക്സ് ഉള്ള ഒരു ഷെൽഫും അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, അതിന് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളത് സ്വന്തം ഭാഷയിൽ അത് എഴുതാൻ ശ്രമിക്കുക. അടുത്ത 7ാമത്തെ ആക്ടിവിറ്റി, ചെസ്റ്റർ കംസ് ടു ദ ക്ലാസ് ആൻഡ് സിറ്റ്സ് ഓൺ ദ ഫ്രണ്ട് ബെഞ്ച്. His teacher comes and introduces herself. She asks the students to introduce themselves. Chester stands up and introduces himself. Here is his self-introduction. ചെസ്റ്റർ സ്കൂളിൽ വരുന്നു, ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നു. ടീച്ചർ വരുന്നു. ടീച്ചർ സ്വന്തമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ടീച്ചർ ആരാണെന്ന്, ടീച്ചറിൻ്റെ പേരെന്താണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് കുട്ടികളോട് എന്തോ ചെയ്യുന്നു, താങ്കളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നു. ചെസ്റ്റർ എണീച്ച് നിന്നിട്ട് എന്ത് ചെയ്യുന്നു, ചെസ്റ്റർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ആ ഇൻട്രൊഡക്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ചെസ്റ്റർ റക്കൂൺ. ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. മൈ ഫാദർ ഈസ് മിസ്റ്റർ റക്കൂൺ. മൈ മദർ ഈസ് ചെൽസ റക്കൂൺ. ഐ ലവ് മൈ പാരൻസ്. ഐ ലൈക്ക് റണ്ണിങ്, ജമ്പിങ് ആൻഡ് പ്ലേയിങ്. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ, എൻ്റെ പേര് ചെസ്റ്റർ എന്നാണ്. ഞാൻ ഫോറസ്റ്റിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ്റെ പേര് മിസ്റ്റർ റക്കൂണാണ്. അമ്മയുടെ പേര് ചെൽസ റക്കൂൺ എന്നാണ്. എനിക്ക് എൻ്റെ പാരൻസിനെ വളരെ ഇഷ്ടമാണ്. എനിക്ക് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഇവിടെ പുതിയ കൂട്ടുകാരെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുള്ള ഈ സ്ഥലത്ത് നിങ്ങളുടേതായ രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതുക. ഈ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പുതുതായിട്ട് ചെല്ലുന്ന സമയത്ത്, ആദ്യ ദിവസം അല്ലെങ്കിൽ 2ാമത് ദിവസമൊക്കെ പോകുന്ന സമയത്ത് ടീച്ചേഴ്സ് നിങ്ങളെ വിളിച്ച് നിർത്തി പറയിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ മോഡൽ ഒന്ന് പഠിച്ച് വയ്ക്കുക. ഇവിടെ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, എപ്പോഴും നമ്മൾ ആദ്യം കൂട്ടുകാരെന്ത് ചെയ്യുക, ഗുഡ് മോർണിംഗ് പറയുക. എന്നിട്ട് ഐ ആം, നിങ്ങളുടെ പേര് നിങ്ങൾ പറയുക. എന്നിട്ട് ഐ ആം ഫ്രം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്. എന്നിട്ട് ഐ ലവ് മൈ പാരൻസ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറയുക. നിങ്ങൾക്ക് ബ്രദറോ സിസ്റ്ററോ ഉണ്ടെങ്കിൽ മൈ ബ്രദർ ഈസ്, അല്ലെങ്കിൽ മൈ സിസ്റ്റർ ഈസ് എന്ന് പറഞ്ഞ് താഴെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഹോബി, നിങ്ങൾ ഒഴിവ് സമയങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്. ചെസ്റ്ററൊക്കെ കൊണ്ട് എന്താ പറയുക, പ്ലേയിങ് കൊണ്ട് പറയുന്നു, റണ്ണിങ് പറയുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. നിങ്ങളുടെ എന്താണെന്ന് പറയുക.
എന്നിട്ട് താഴെ കൊടുത്തില്ലേ സെൻറ്റൻസ് അത് അതുപോലെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് ന്യൂ ഫ്രണ്ട്സ് ഹിയർ. ഇവിടെ ഇനി പുതിയ കൂട്ടുകാർ, നിങ്ങൾ പുതിയതായിട്ട് പോകുന്ന ഒരു സ്കൂളിലാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ കൂട്ടുകാരെ കിട്ടാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്ക് പറയുക. അപ്പോൾ ഇത് ഓർമ്മിച്ച് വയ്ക്കുക. സ്കൂളിൽ ചെന്ന് നിങ്ങൾക്ക് ഇത് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമായിരിക്കും. 8ാമത്തെ ആക്ടിവിറ്റി ഇതാണ്. സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ചെസ്റ്ററും ചെസ്റ്ററിൻ്റെ അമ്മയും കൂടെ നോട്ടീസ് ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ കാണുന്നു. ഇവിടെ കണ്ടില്ലേ 2 കോളമാര് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഡൂസ് എന്നും മറ്റൊന്നിൽ ഡോൺസ് എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും. അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി, സ്ഥിരമായി ക്ലാസ്സിൽ വരിക. ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ്, ടീച്ചർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ്സ് ഇൻ ടൈം, തരുന്ന അസൈൻമെൻറ്റ്സ് ഹോംവർക്കായാലും കൃത്യസമയത്ത് ചെയ്യുക. റീച്ച് ദ സ്കൂൾ ഇൻ ടൈം, കൃത്യസമയത്ത് സ്കൂളിലെത്തുക. കീപ് ദ സ്കൂൾ ക്ലീൻ, സ്കൂള് ശുചിയായി സൂക്ഷിക്കുക. ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അതായത് വരാതിരിക്കരുത്. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോണുകൾ സ്കൂളിൽ കൊണ്ടുവരരുത്. ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്, മോശമായ ഭാഷ സ്കൂളിൽ ഉപയോഗിക്കരുത്. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ്, സ്കൂളിലെ വസ്തുക്കളെ നശിപ്പിക്കരുത്. ഡോണ്ട് ലിറ്റർ ഇൻ ദ സ്കൂൾ പ്രെമിസസ്, സ്കൂളിലെ ചുറ്റുപാടുകളിൽ എന്ത് ചെയ്യുക, മലമൂത്ര വിസർജനം നടത്താതിരിക്കുക. അപ്പോൾ താഴെ സംഭവം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്. നിങ്ങളുടെ ഒരു ടീച്ചർ അന്ന് ലീവാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആ ക്ലാസ്സിൽ ടീച്ചറിൻ്റെ ആബ്സെൻസിൽ, ടീച്ചർ ഇല്ലാത്ത സമയത്ത് ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ ക്ലാസ്സിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക, എഴുതുക എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് നോക്കാം. ഡൂസിൽ വരുന്നത് എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യുക, എൻഗേജ് ചെയ്യുക. അതായത് പടം വരയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ബഹളം വയ്ക്കാതെ. വർക്ക് ക്വയറ്റ്ലി, അതാണ് എന്ത് കാര്യം നിങ്ങൾ ചെയ്താലും ക്വയറ്റായിട്ട് ബഹളം വയ്ക്കാതെ ചെയ്യുക. ഹെൽപ്പ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻറ്റ് വർക്ക്, സ്വന്തം വസ്തുക്കൾ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായി തരുന്ന ഹോംവർക്കുകൾ സ്വന്തമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്തത്. ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്, മറ്റുള്ള ക്ലാസ്സുകളെ എന്ത് ചെയ്യരുത്, ഡിസ്റ്റർബ് ചെയ്ത് ശല്യപ്പെടുത്തരുത്. ഡിസൊബേ ഇൻസ്ട്രക്ഷൻസ്, അതായത് തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, അതായത് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതിരിക്കരുത്. ഡാമേജ് പ്രോപ്പർട്ടി ഡാമേജ് ചെയ്യരുത്, അതായത് വസ്തുക്കളെ നശിപ്പിക്കാതിരിക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു. ലീവ് ദ ക്ലാസ് റൂം, ടീച്ചറിൻ്റെ അനുവാദമില്ലാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകരുത്. അടുത്ത 9ാമത്തെ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ താഴെ നമ്മുടെ ഈ കഥയിൽ തന്നെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വാണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ജസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അടിയിൽ വരച്ചിരിക്കുന്ന വാക്കുകൾ കണ്ടില്ലേ, ഇതിനെ നമ്മൾ പ്രെപ്പോസിഷൻസ് എന്നാണ് പറയുന്നത്. അതായത് 2 വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ പ്രെപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഉദാഹരണം എന്ന് വെച്ചാൽ ഒരു ബെഞ്ചുണ്ട്, ബെഞ്ചിൻ്റെ അടിയിൽ ഒരു ബുക്കുണ്ടെന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറയും, ബുക്ക്, ദ ബുക്ക് ഈസ് അണ്ടർ ദ ബെഞ്ച് എന്ന് പറയും. അണ്ടർ എന്ന് വെച്ചാൽ അടിയിൽ എന്നാണ് അർത്ഥം. ഈ അണ്ടർ എന്ന് പറയുന്ന വാക്കാണ് പ്രെപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഈ അടിയിൽ വരച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുകളുള്ള സെൻറ്റൻസുകൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. ഇവിടെ 2 ഉണ്ട്, ഇന്നുമുണ്ട് ഓഫുമുണ്ട്. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഇവിടെ ഇറ്റ് എന്ന് നമുക്ക് പറയാം, ഫ്രം എന്ന് നമുക്ക് പറയാം. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾ വിത്ത് എ സ്പെഷ്യൽ വാം. വിത്ത് എന്നുള്ളതാണ് ഇവിടെ ആ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇപ്പോൾ നിങ്ങൾക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല, കണ്ടുപിടിക്കാൻ മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ന്, ഓണ്, വിത്ത്, അണ്ടർ, ഫ്രം, ഇതിങ്ങനെയുള്ള സെൻറ്റൻസുകളാണ്, ഇങ്ങനെ വാക്കുകളാണ് നമ്മൾ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 10ാമത്തെ ആക്ടിവിറ്റി, താഴെ ചെസ്റ്ററും ചെസ്റ്ററിൻ്റെ ടീച്ചറും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്ന സ്ഥലത്ത് പൂരിപ്പിക്കണം. നമ്മൾ നേരത്തെ കണ്ടില്ലേ, വിത്ത്, ടു, ഫ്രം, ഇൻ, അണ്ടർ, ആ വസ്തുക്കളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത്. നമുക്ക് ഓരോന്നത് നോക്കാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം. പേര് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചെസ്റ്റർ പറയുന്നു, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റക്കൂൺ. എൻ്റെ പേര് ചെസ്റ്റർ റക്കൂൺ എന്നാണെന്ന് തിരിച്ച് പറയുന്നു. ടീച്ചർ ചോദിക്കുന്നു, വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ ചെസ്റ്റർ പറയുന്നു, ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വന്നു എന്ന് പറയാൻ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്കാണ് ഫ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, ഐ ആം ഫ്രം എന്താ പറയുക, ആലപ്പുഴ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഐ ആം ഫ്രം കോഴിക്കോട്, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇറ്റ്സ് എ നൈസ് പ്ലേസ്, അത് മനോഹരമായൊരു സ്ഥലമാണ്. ടീച്ചർ, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ ദ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ നീ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അവിടെ ഇന്നാണ് വന്നിരിക്കുന്നത്. ജസ്റ്റർ,
ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് അണ്ടർ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ഷെയ്ഡ് എന്ന് വെച്ചാൽ എന്താ പറയുക, നിഴൽ, അല്ലെങ്കിൽ ആ ഒരു സൂര്യപ്രകാശം ചെടികളുടെ മുകളിൽ അടിക്കുന്ന സമയത്ത് താഴെ എന്ത് ചെയ്യുക, ഒരു തണൽ പോലെ വരാതില്ലേ, അതിനാണ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയ്ഡ്, ട്രീയിൽ ഷെയ്ഡ് എവിടെയാണ് വരുന്നത്, ആ ഒരു നിഴൽ എവിടെയാണ് വരുന്നത്, താഴെ അല്ലേ, ടീയുടെ അടിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ അണ്ടർ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്ത ടീച്ചർ പറയുന്നു ദാറ്റ് മസ്റ്റ് ബി ഫൺ, അത് നല്ല രസകരമായിരിക്കും. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്, ഏറ്റവും കൂടുതൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഗെയിം ഏതാണ്? ചെസ്റ്റർ ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീയിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒളിച്ച് കളിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആരോടൊപ്പം എന്നുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വിത്ത് എന്ന് പറയുന്ന പ്രപ്പോസിഷനാണ്. അടുത്ത ടീച്ചർ ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്, അത് കൊള്ളാൻ ചെസ്റ്റർ എന്ന് ചോദിക്കുകയാണ്. എപ്പോഴാണ് നീ സ്കൂളിൽ പോകുന്നത്? എവിടെ, എങ്ങോട്ട് എന്ന് പറയും ചോദിക്കുമ്പോഴാണ് ടു നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ സ്കൂളല്ല ഹൗസ് എന്നാണ്, ഇനി തെറ്റിപ്പോയതാണ്. അപ്പോൾ ടു യുവർ ഹൗസ്. ചെസ്റ്റർ വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days, 3 ദിവസത്തിന് ശേഷം ഞാൻ വീട്ടിലേക്ക് പോകും. ടീച്ചർ ഓക്കെ താങ്ക്സ് വി വിൽ മീറ്റ് അഗെയിൻ. ഓക്കെ നന്ദി, നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രം, ഇൻ, അണ്ടർ, വിത്ത്, ടു. അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് ഐനു. ഐനു എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ കുറച്ച് തെറ്റുണ്ട്, ആ തെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, തിരുത്തണം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്ത് മൊത്തം ഒന്ന് ഓടിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഓടിച്ച് നോക്കിയാലും മതി. ഓടിച്ച് നോക്കിയിട്ട് എത്ര ഉത്തരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഏകദേശം ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 തെറ്റുകളുണ്ട്. ഇതിൽ എത്ര ഉത്തരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കണ്ടെത്താൻ വേണ്ടി നോക്കുക. ഓക്കെ, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിൽ എത്ര ഉത്തരം നിങ്ങൾക്ക് ശരിയായെന്ന് എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. 11 എത്ര ഉത്തരം ശരിയാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്കിനി ശരി ഉത്തരം നോക്കാം. ആദ്യത്തേത് ഐ. ഒരു സെൻറ്റൻസ് എപ്പോഴും തുടങ്ങിയാലും അവിടെ ഫസ്റ്റ് ഏത് വാക്ക് വന്നാലും അതിലെ ആദ്യത്തെ അക്ഷരം എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഇവിടെ ഐ ആണ് വന്നിട്ടുള്ളത്, അപ്പോൾ ഐ എന്തായി നമ്മൾ എഴുതണം, ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് എഴുതണം. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ, വിത്തല്ല അവിടെ ടു, ഞാൻ ഒരു സ്റ്റോറിലേക്ക് പോകുന്നു എന്നാണ് അർത്ഥം. ടു ബൈ സം ഫ്രൂട്ട്സ്, പഴങ്ങൾ വാങ്ങാനായി ഞാൻ ഒരു സ്റ്റോറിലേക്ക് പോകുന്നു. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ്. ബിഗ് ഓറഞ്ച് ഓൺ ദ ഷെൽഫാണ്, ഷെൽഫിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓറഞ്ച് വെക്കുന്നത്. ആ ഓറഞ്ച് ഞാൻ കണ്ടു ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്, അത് വാങ്ങാനായി ഞാൻ തീരുമാനിച്ചു. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദാറ്റ് സ്റ്റോർ, അവിടെ ഓൺ അല്ല അറ്റാണ്, എൻ്റെ കൂട്ടുകാരനെ ഞാൻ സ്റ്റോറിൽ വച്ച് കണ്ടു. എവിടെ വച്ച് കണ്ടു, അറ്റ് ദാറ്റ് സ്റ്റോർ. മൈ ഫ്രണ്ട്, ഇവിടെ എന്താണ് മൈക്ക് തെറ്റ്, ക്യാപിറ്റൽ ലെറ്ററാണ് തെറ്റ്. സ്റ്റോറിൻ്റെ അവിടെ ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അടുത്ത പുതിയൊരു സെൻറ്റൻസ് ആണ് തുടങ്ങുന്നത്. പുതിയ സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക്, അവിടെ എന്താണ് ഒരു സ്ഥലത്തേക്ക് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ടു ആണ് ചേർക്കേണ്ടത്. ടു ദ പാർക്ക് ആൻഡ് ഐ വെൻറ്റ് ഫ്രം ഹർ. ഫ്രം അല്ല അവിടെ വിത്താണ്, ആരോടൊപ്പം എന്ന് ഉദ്ദേശിക്കുമ്പോൾ വിത്താണ് അവിടെ വരേണ്ടത്. ഐ വെൻറ്റ് വിത്ത് ഹർ. വി സാൻ, വി പിന്നെയും അവിടെ എന്തോന്ന് ചെയ്തിരിക്കുന്നു, സ്മോൾ ലെറ്ററാണ് വന്നിട്ടുള്ളത്, ഡബ്ല്യു. നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എഴുതണം. വി സാറ്റ് അറ്റ് ദ ബെഞ്ച്, ബെഞ്ചിൻ്റെ പുറത്തല്ലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഓൺ ദ ബെഞ്ച്, പുറത്തുനിന്ന് വരുമ്പോൾ ഓൺ ദ ബെഞ്ച്, അകത്തുനിന്ന് വരുമ്പോൾ ഇന്നെന്നാണ് വരുന്നത്. വി സാറ്റ് ഓൺ ദ ബെഞ്ച് ആൻഡ് ate the orange together. ഞങ്ങൾ ഒരുമിച്ച് ബെഞ്ചിലിരുന്ന് ഓറഞ്ച് കഴിച്ചു. ഐ ത്രൂ, ഓക്കെ, ഇവിടെ വീണ്ടും ഐ സ്മോൾ ലെറ്റർ വന്നിരിക്കുകയാണ്, ക്യാപിറ്റൽ ലെറ്റർ എഴുതുക. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. ആ ഓറഞ്ച് പീൽ എന്ന് വെച്ചാൽ ഓറഞ്ചിൻ്റെ തൊലി ഞാൻ എന്ത് ചെയ്തു, ഗാർബേജിലോട്ട് എറിഞ്ഞു. അപ്പോൾ നമ്മൾ ഗാർബേജിൻ്റെ അകത്തല്ലേ നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അകത്തല്ലേ നമ്മൾ വസ്തുക്കൾ ഇടാറുള്ളത്. അപ്പോൾ ഇന്നെന്നാണ് വരേണ്ടത്. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ആക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. താഴെ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സെൻറ്റൻസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിനെ വേർതിരിച്ച് 2 സെൻറ്റൻസുകളാക്കണം. ഒന്നിവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്, യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ 2 സെൻറ്റൻസുകൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഈ 3 സെൻറ്റൻസുകളിലും അത് ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ് എന്ന് പറയുന്ന വാക്കാണ്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. രണ്ടാമത്തതിൽ യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്. മൂന്നാമത്തതിൽ ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്പ് ഹിസ് ഫിംഗേഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ആദ്യം ആൻഡ് കണ്ടുപിടിച്ചല്ലോ. ആൻഡിന് തൊട്ട് മുമ്പേ വരുന്ന വാക്ക് വരെ
ആദ്യത്തെ സെൻറ്റൻസ് ആയിരിക്കും. അത് നമ്മൾ നോക്കൂ ഇവിടെ. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. അതിൽ ആൻഡ് വരുന്നത് ഫ്രണ്ട്സിന് ശേഷമാണ്. അപ്പോൾ ഫ്രണ്ട്സ് വരെ ഫസ്റ്റ് സെൻറ്റൻസ്. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. ഓക്കെ, അതുവരെ അങ്ങ് എഴുതുക. അടുത്ത സെൻറ്റൻസ് തുടങ്ങുന്നത് പ്ലേ തൊട്ടാണ്. പക്ഷേ പ്ലേക്ക് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു വാക്ക് ചേർക്കണം. ആ വാക്ക് ഏതെന്ന് വെച്ചാൽ ഈ മെയിൻ ക്വസ്റ്റ്യനിലെ സെൻറ്റൻസിൽ യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്, അതിലെ യു വിൽ. ഓക്കെ, അത് യു അപ്പോസ്ട്രോഫി എൽ എന്ന് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ യു വിൽ എന്ന് വായിക്കണം. ആ യു വിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പ്ലേക്ക് മുമ്പ് ചേർക്കണം. അതായത് യു വിൽ പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. ഇതാണ് ഇവിടെ അർത്ഥമായി വരുന്നത്. നിനക്ക് പുതിയ കൂട്ടുകാരെ കിട്ടും, പുതിയ ടോയ്സുമായി കളിക്കുകയും ചെയ്യാം. ഇതാണ് 2 സെൻറ്റൻസുകളായി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സെൻറ്റൻസിൽ ആൻഡ് എവിടെ കിടക്കുന്നോ അതിന് തൊട്ട് മുമ്പേ വരെയുള്ള വാക്ക്, അത് എവിടെ വരുന്നോ അതുവരെ ഒരു സെൻറ്റൻസ്. രണ്ടാമത് ആൻഡിന് ശേഷമുള്ള വാക്ക് എടുത്ത് എഴുതുക. അതിന് തൊട്ട് മുമ്പേ ഒരു വാക്ക് കൂടെ ചേർക്കണം. അത് ആ മെയിൻ ക്വസ്റ്റ്യനിലെ ആദ്യത്തെ വാക്കായിരിക്കും. രണ്ടാമത് ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്. ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതെ, നിങ്ങൾ ആൻഡ് കണ്ടുപിടിച്ചല്ലോ. എവിടെയാണ് കിടക്കുന്നത്? ബുക്സിന് തൊട്ടപ്പുറത്താണ് ആൻഡ് കിടക്കുന്നത്. അപ്പോൾ ബുക്സ് വരെയാണ് ആദ്യത്തെ സെൻറ്റൻസ്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. ഓക്കെ, യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ഫസ്റ്റ് സെൻറ്റൻസ്. അടുത്ത് ആൻഡിന് ശേഷം സ്വിങ് ഓൺ ന്യൂ സ്വിങ്. അതെന്ത് ചെയ്യുക? എടുത്ത് താഴെ എഴുതുക. അതിന് മുമ്പ് നമ്മൾ ഒരു വാക്ക് കൂടി ചേർക്കണം. അത് ഏത് വാക്കാണ്? ഈ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് വാക്കായ യു ആണ്. അതെ, നിങ്ങൾക്ക് ശരിയായിട്ട് ഉത്തരം കിട്ടിയിരിക്കുന്നു. യു ആണ് നിങ്ങൾ അടുത്ത് ചേർക്കേണ്ടത്. അപ്പോൾ ആ സെൻറ്റൻസ് എങ്ങനെ മാറുന്നു? യു സ്വിങ് ഓൺ ന്യൂ സ്വിങ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ്. ഓക്കെ, അത് കഴിഞ്ഞ് യു സ്വിങ് ഓൺ ന്യൂ സ്വിങ്. ഇതേപോലെ മൂന്നാമത്തെ സെൻറ്റൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായി സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അതിൻ്റെ കൂടെയുള്ള ഒരു ആക്ടിവിറ്റി ഇതാണ്. താഴെ കുറച്ച് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സെൻറ്റൻസുകളെല്ലാം എന്തുണ്ട്? നടുക്ക് ആൻഡ് ഉണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസുകളെല്ലാം നിങ്ങൾ സ്വന്തമായി തന്നെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. ഒന്നുമില്ല, ആ ഒരു സെൻറ്റൻസ് എടുക്കുക, ആൻഡ് കണ്ടുപിടിക്കുക. ആൻഡിന് തൊട്ട് മുമ്പേ വരുന്ന വാക്ക് വരെ ഫസ്റ്റ് സെൻറ്റൻസ്. ആൻഡിന് ശേഷമുള്ള വാക്ക് അതിന് എന്ത് ചെയ്യുക? എടുത്തെഴുതുക. അതിന് മുമ്പ് ആ സെൻറ്റൻസിലെ ആദ്യത്തെ വാക്ക് ഏതാണോ അതും കൂടി എടുത്തങ്ങ് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് 2 സെൻറ്റൻസ് കിട്ടും. ഫസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതുക, തൊട്ട് താഴെ ആ 2 സെൻറ്റൻസും അങ്ങ് എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്ത ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഒരു ക്രോസ് വേർഡ് പസിലാണ്. ഓക്കെ, ക്രോസ് വേർഡ് പസിൽ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നെടുകയും കുറുകയുമായിട്ട് കുറച്ച് വാക്കുകൾ നിങ്ങൾ എഴുതണം. ആ വാക്കുകൾ കണ്ടുപിടിക്കാനുള്ള ക്ലൂ എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഇതാണ്ട് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഈ പാഠം കഴിഞ്ഞ ശേഷം ഗ്ലോസറി അല്ലെങ്കിൽ ഡിക്ഷണറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒരു സംഭവം ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് കിടക്കുന്നതെന്ന്. ഗ്ലോസറി അല്ലെങ്കിൽ ഡിക്ഷണറി എന്ന് പറയുന്നത് ഇതാണ് കിടക്കുന്നത്. ഗ്ലോസറി കണ്ടില്ലേ? ഈ ഒരു സംഭവമാണ് അത്. ഇതിലുള്ള എല്ലാ വാക്കുകളും ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ചേർക്കാം. അത് കണ്ടുപിടിക്കേണ്ട ക്ലൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. അക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇടത് ഭാഗത്ത് നിന്നും വലത് ഭാഗത്തേക്ക് പോകേണ്ടതാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. ചലിക്കുകയോ മുന്നോട്ടും പിറകോട്ടും ചലിക്കാനായി കാരണമാവുകയോ ചെയ്യുക. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ 1 അക്രോസ് എന്ന് വെച്ചാൽ ഇതാണ് കണ്ടില്ലേ? 1 2 3 എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുത്തിട്ടില്ലേ? ഇതാണ് 1 അക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ അക്രോസ് വരുന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? 3 ഉണ്ട്. 1 5 7. 1 5 ഇവിടെ കിടക്കുന്നു. താഴെ 7 ഉണ്ട്. ഇടത് നിന്ന് വലത്തോട്ട് എഴുതുക. അടുത്തിന് ഡൗൺ എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴേക്ക്. 2 എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടില്ലേ? ഇവിടെ 1ൻ്റെ അടുത്ത് കിടക്കുന്ന 2ൻ്റെ താഴോട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങളിത് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നുമില്ല, ഈ സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞില്ല ഗ്ലോസറി, അതിൽ നോക്കുക, അതിലതിൻ്റെ ഉത്തരം കാണും. അപ്പോൾ സ്വന്തമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. പക്ഷേ നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാവും എന്നെനിക്കറിയാം. എന്നാലും സ്വന്തമായി ശ്രമിച്ച് നോക്കുക. ശ്രമിച്ചിട്ട് കിട്ടിയ ഉത്തരങ്ങളൊന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ യഥാർത്ഥ ഉത്തരം ഞാൻ എന്ത് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതാ കണ്ടില്ലേ? ഇതാണ് യഥാർത്ഥ ഉത്തരം. അപ്പോൾ ഇതാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കുക. ഈ ഉത്തരം കാണുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഒന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ കണ്ടവരാണെങ്കിലും പെട്ടെന്ന് മറച്ചു വെച്ചിട്ടൊന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ 1ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ യൂണിറ്റിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇനി ക്വസ്റ്റ്യൻ ആൻസർ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അത് ആക്ടിവിറ്റി നമ്മൾ ചെയ്തതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ചെയ്തു തരാം. അപ്പോൾ ഈ പാഠത്തിൻ്റെ എക്സ്പ്ലനേഷൻ, കഥ മനസ്സിലാക്കാനുള്ള ഒരു വീഡിയോയും ഈ ആക്ടിവിറ്റിയുടെ 1ാം ഭാഗവും ഞാൻ എന്ത് ചെയ്യാം? താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിലും എന്ത് ചെയ്യുക, താഴെ കമൻറ്റായി ചോദിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക.